അസ്സലാമു അലൈക്കും. വാക്കറിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു നിന്ന് അവളെ കയ്യിൽ പിടിച്ച് ചോദിച്ച ഉടനെ ദേഷ്യത്തോടെ അവൾ ആ കൈ ഒരു തട്ടായിരുന്നു. അവളിൽ നിന്നും അങ്ങനെയൊരു നീക്കം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ശക്തിയോടെ അവളുടെ തട്ടലിൽ അവൻ കാല് തന്നെ വീണുപോയിരുന്നു. വീണത് ബെഡിലേക്കായതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും മറ്റുള്ളവർക്ക് ഭാരമായി കിടന്നേനെ. വീണ വേദനയിലും ഷാനു സ്വയം പറഞ്ഞു. അവൻ വീണെന്ന് കണ്ടതും അവൾ വേഗം അവൻ്റെ അരികിലേക്ക് ഓടിയെത്തി. സോറി ഷാനുക്ക, പെട്ടെന്ന് ഞാൻ. കുഴപ്പമില്ല. ഇങ്ങനെ ദേഷ്യം കാണിക്കാതെ നിനക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞൂടെ? കാര്യം പറഞ്ഞാലല്ലേ എനിക്കതിന് പരിഹാരം കാണാൻ പറ്റൂ. അല്ലാതെ ഇങ്ങനെ ദേഷ്യമായാൽ നിൻ്റെ പ്രശ്നം ഞാനെങ്ങനെ അറിയാനാ? ദേഷ്യം പിടിച്ചുള്ള നിൻ്റെ തട്ടലിൽ ഞാനിപ്പോൾ ബെഡിലേക്കല്ല വീണതെങ്കിലോ? നിങ്ങളെപ്പോലെ നേരെ നിൽക്കാൻ ശക്തിയില്ലാത്തവനാണ് ഞാൻ. ആരെങ്കിലും ഒന്ന് പതിയെ തട്ടിയാൽ മതി വീണു പോവാൻ. സോറി, പെട്ടെന്ന് ഞാൻ ഓർക്കാതെ. വാക്കുകൾ മുഴുവൻ ആക്കാൻ കഴിയാതെ നിറമിഴികളോടെ അവൾ അവനെ ഒന്ന് നോക്കി. അവളെ സംസാരത്തിൽ തന്നെ അറിയാം അവളിൽ വന്നുപോയ തെറ്റിൽ അവൾക്ക് സങ്കടമുണ്ട്. ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം എന്താ നിൻ്റെ പ്രശ്നം ജിനു? പറ. ഒന്നുമില്ലാതെ പിന്നെ എന്നോട് കാണിക്കുന്ന ദേഷ്യം എന്തിൻ്റെ പേരിലാ? അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിലേ നീ പറഞ്ഞു താ, ഞാനത് തിരുത്താം. മോനെ ഷാനു, അവൾ റെഡിയായില്ലേ ഇതുവരെ? ദേ ഉമ്മ വിളിക്കുന്നു, ഞാൻ പോട്ടെ. ഇത് പറഞ്ഞിട്ട് പോ ജിനു. എനിക്ക് ഷാനുക്കാനോട് ദേഷ്യമൊന്നുമില്ല, ഞാൻ പോവട്ടെ. ഉമ്മ അതാ വീണ്ടും വിളിക്കുന്നുണ്ട്. അതിനവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ പോകുന്നത് നോക്കി ബെഡില്ലാതെ ഇരിപ്പ് തന്നെയിരുന്നു. സാർ, ആ പോയി വാ ആദി. സാറ് ജിനുവിനോട് ചോദിച്ചു, പക്ഷെ അവളൊന്നും പറയുന്നില്ല ആദി. നീ ഒന്ന് ചോദിച്ചു നോക്ക്, നിന്നോട് പറയാതിരിക്കില്ല. ഞങ്ങളെന്നാൽ പോയി വരാം. സാറിനെ പുറത്ത് വന്നിരിക്കണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ സഹായിക്കാം. എന്നെ ഇന്ന് ആളെത്തിയാൽ മതി. ഷാഹി എവിടെ? അവൻ പുറത്ത് വണ്ടി കഴിയുന്നുണ്ട്. ദേ ഞാൻ വരാതെ ഇവിടെ എഴുന്നേൽക്കരുതട്ടോ. ഇനി കിടക്കണമെന്ന് തോന്നിയാൽ സോഫയിൽ കിടന്നാൽ മതി, ഞങ്ങൾ പെട്ടെന്ന് വരും. എൻ്റെ കാര്യത്തിൽ എൻ്റെ ഭാര്യയേക്കാൾ ശ്രദ്ധ ഇവനുണ്ടെന്ന് അവൻ ചിന്തിച്ചു പോയി. നീ പൊയ്ക്കോ, ഉമ്മയും ജിനിയും നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ സമയം ഒരേ ഇരിപ്പിരുന്നപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത പോലെ സോഫയിലേക്ക് കിടക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ പതിയെ വാക്കർ പിടിച്ച് എഴുന്നേൽക്കാമെന്ന് കരുതി ഒന്ന് തവണ ശ്രമിച്ചിട്ടും ആ ശ്രമം പരാജയപ്പെട്ടു പോയി. അപ്പോഴേക്കും അവൻ ആകെ വിയർത്തു കുളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ ആ അവസ്ഥ കണ്ടുകൊണ്ടാണ് ഷാഹി ആളിലേക്ക് കയറി വന്നത്. എന്താ ഷാനു, എഴുന്നേൽക്കണോ നിനക്ക്? ഒത്തിരി സമയം ഇരുന്നപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത പോലെ. നിനക്ക് പറ്റുമെങ്കിൽ എന്നെ റൂമിലേക്ക് പോകാനൊന്ന് സഹായിക്കോ? നനഞ്ഞ കൈ മുണ്ടിൽ തുടച്ചു കൊണ്ടവൻ വേഗം ഷാനുവിൻ്റെ അരികിലേക്ക് നീങ്ങി. വാക്കറിൻ്റെ സഹായത്തോടെ ഷാഹി അവനെ റൂമിൽ കൊണ്ട് കിടത്തി. നിനക്ക് വെള്ളം വേണോ? ആ വേണം, നല്ല ദാഹം ഉണ്ടായിരുന്നു. പിന്നെ അവനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയാണ് ഷാനു അവനോട് പറയാതിരുന്നത്. ഞാനിപ്പോൾ കൊണ്ടുവരാം. വേഗം പോയി ജഗ് നിറയെ വെള്ളവുമായി അവൻ്റെ അരികിലേക്ക് വന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇനി കിടന്നോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നിനക്ക് പോവാനായോ? ഇല്ല, സമയമാവുന്നേ ഉള്ളൂ. ഞാൻ പോയി കുളിച്ചു വരാം. നീ പോകുന്നതിന് മുമ്പേ ആ ഫാനിൻ്റെ സ്വിച്ച് എന്നിട്ടേ. ഈയിടെയായി ഭയങ്കര ഉറക്കമാണ്. രാത്രി കിടന്നാൽ പിന്നെ രാവിലെ ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ ഞാൻ അറിയൂ. പകലും അതേ അവസ്ഥയാണ്. ഓരോന്ന് ആലോചിച്ച് എപ്പോഴും ഷാനു മയങ്ങിപ്പോയി. ഷാനു. ഷാഹിയുടെ ശബ്ദം കേട്ട് അടഞ്ഞുപോയ കൺപോളകൾ എങ്ങനെയോ വലിച്ചു തുറന്ന് അവനെ ഒന്ന് നോക്കി. നിനക്ക് പോവാനായോ? അതെ, ഞാൻ ഉമ്മാനെ വിളിച്ചിരുന്നു. അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു. നീ കിടന്നോ, എഴുന്നേൽക്കണ്ട. ഞാൻ ഡോർ അടച്ചു പോയിക്കോളാം. പോകുമ്പോൾ നിന്നോട് പറഞ്ഞിട്ട് പോവാമെന്ന് കരുതി, അതാട്ടോ വിളിച്ചത്. നീ ഭക്ഷണം കഴിച്ചോ? ആ കഴിച്ചു. എന്നാൽ ഞാൻ പോവാ. ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ പറ്റിയില്ല. എന്നാൽ നീ പോയിക്കട. ഷാഹി പോയി കഴിഞ്ഞിട്ട് കുറച്ച് സമയം അതേ കിടപ്പ് തുടർന്നു. പിന്നെ അവർ വരുന്നില്ലെന്ന് കണ്ടതും വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഷാനു. എപ്പോഴോ ആദിയുടെ ശബ്ദം കേട്ടാണ് ഉറക്കമുണർന്നത്. നിങ്ങൾ പോയി വന്നോ? ഞങ്ങൾ വന്നിട്ട് 10 മിനിറ്റോളം കഴിഞ്ഞു. എന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നത്? ഞാൻ കരുതി ജിനി വിളിച്ചെന്ന്. ഇല്ലടാ, അവൾ റൂമിലേക്ക് വന്നതുപോലും ഞാൻ അറിഞ്ഞില്ല. ഭക്ഷണം കഴിക്കേണ്ടേ? 1:30 കഴിഞ്ഞു. നിങ്ങളെന്താ വൈകിയത്? വരുന്ന വഴി നല്ല ബ്ലോക്കായിരുന്നു. ഞാൻ ജിനുവിനോട് കഴിക്കാൻ കൊണ്ടുവരാൻ പറയാം. വേണ്ട, എനിക്കിപ്പോൾ വേണ്ട. നീ പോയി കഴിച്ചു വാ. ഷാനുക്ക, ഞാൻ കഴിക്കാൻ കൊണ്ടുവരട്ടെ അതോ അവിടേക്ക് വരുമോ?
ഡോറിന് മുമ്പിൽ നിന്ന് തല അല്പം അകത്തേക്കിട്ടാണ് അവളെ ചോദ്യം. എനിക്കിപ്പോൾ വേണ്ട. സമയം ഒത്തിരി ആയില്ലേ? അത് കുഴപ്പമില്ല. അല്പം വൈകി കഴിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കൂടുതൽ അവനെ നിർബന്ധിക്കാൻ നിൽക്കാതെ അവൾ വേഗം നടന്നു നീങ്ങി. സാധാരണ എപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാലും അവനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്ന ആളാണ്. ഇപ്പോൾ അവൻ വേണ്ടെന്ന് പറഞ്ഞ ഉടനെ കൂടുതൽ സംസാരത്തിൽ നിൽക്കാതെ പോയത് അവളുടെ ആ പെരുമാറ്റത്തിലറിയാം അവൾക്ക് അവനോടുള്ള ദേഷ്യത്തിൻ്റെ ആയം എന്തോരമുണ്ടെന്ന്. പക്ഷെ അതിൻ്റെ കാരണമാണ് അവൻക്ക് മനസ്സിലാവാത്തത്. അറിഞ്ഞുകൊണ്ട് അവളോട് ഷാനു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഭക്ഷണം കഴിച്ചു, സാറിന് ഭക്ഷണം വേണ്ടേ? ഇപ്പോൾ വേണ്ടടാ, ഒട്ടും വിശപ്പില്ല. നീ ആ ഡോറൊന്ന് അടച്ചേക്ക്. ഷാഹിയുടെ പെണ്ണിനെ നീ കണ്ടില്ലല്ലോ? കണ്ടോ? ചേച്ചി എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നു. അവർ രണ്ടാളും കൂടി ചേർന്നെടുത്ത് സെൽഫി. ആര് രണ്ടാളും? സാറിൻ്റെ വൈഫും ഷാഹിയുടെ വൈഫും. ഓ, എന്നിട്ട് അവളെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പറയുമായിരിക്കും ഇപ്പോഴത്തെ ദേഷ്യം മാറിയാൽ. എങ്ങനെയുണ്ട് അവൻ്റെ പെണ്ണെ? ഏകദേശം ജിനുവിനെ പോലെ തന്നെയുണ്ട്. കണ്ടാലറിയാം ഒരു പാവം കുട്ടിയാണെന്ന്. പക്ഷേ ഇവൻ്റെ അടുത്തേക്കാണല്ലോ വരുന്നതെന്ന് ഓർക്കുമ്പോഴാണ്. വിവാഹം കഴിഞ്ഞാലേ അവനെ ഡീസൻ്റ് ആവും മതി. ആയാൽ കൊള്ളാം, ഇല്ലെങ്കിലേ പെണ്ണിൻ്റെ ആങ്ങളമാരെ അടുത്ത് പെരുമാറും. ആങ്ങളമാരുണ്ടോ അവൾക്ക്? 2 പേരുണ്ട്. പിന്നെ ഒരു കുട്ടിയും, പിന്നെ ഈ കുട്ടിയും, പിന്നെ ഒരു അനിയത്തിയുമാണുള്ളത്. ഇതൊക്കെ എന്നോട് ജിനു പറഞ്ഞതാ. ഡോറിൽ ആരോ മുട്ടുക്കുന്നുണ്ട്. നീ ഒന്ന് പോയി തുറന്നു നോക്ക്. ചിലപ്പോൾ ജിനു ആവും. ആദ്യം പോയി ഡോർ തുറക്കാൻ നേരമില്ലാതെ റൂമിലേക്ക് ഉമ്മയായിരുന്നു കയറി വന്നത്. വരുമ്പോൾ ഉമ്മാൻ്റെ കയ്യിൽ അവൻക്കുമുള്ള ജ്യൂസുണ്ട്. നീ ഒന്നും കഴിച്ചില്ലല്ലോ മോനെ, ഈ ജ്യൂസ് കുടിക്ക്. വേണ്ടായിരുന്നു ഉമ്മ, ഇന്ന് പറഞ്ഞാൽ പറ്റില്ല, ഇത് കുടിക്ക്. എണീറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ മോൻ ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. അവൾക്കാണെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട എന്നാ അവളെ നിലപാട്. അപ്പോഴേക്കും അവൻ ജ്യൂസ് മുഴുവനും കുടിച്ചു കഴിഞ്ഞിരുന്നു. ഇനി വേണം മോനെ? വേണ്ടുമ്മ, ഇപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. ഉമ്മ പോയിട്ട് കുട്ടിയെ ഇഷ്ടമായോ? നല്ല കുട്ടി, നല്ല സ്വഭാവം, അതുപോലെ തന്നെ നല്ല വീട്ടുകാരും, നല്ല സ്നേഹമുള്ളവരാണ്. കുട്ടി പഠിക്കുകയാണോ? പഠിപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇനി എന്താ തീരുമാനം? വിവാഹം ഉടനെ വേണമെന്നെങ്ങാനും പറഞ്ഞോ? 3 മാസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അതിനിടയ്ക്ക് നമുക്ക് എല്ലാവരെയും വിളിച്ച് പെണ്ണെ കാണാൻ പോകണം. നീയും വരണം. ഞാനോ? ഞാനെന്തിന്? നിൻ്റെ അനിയൻ്റെ പെണ്ണിനെ കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ? അതൊക്കെ നിങ്ങൾ പെണ്ണുങ്ങൾ പോയാൽ മതി ഉമ്മ. ഞാൻ അങ്ങനെയുള്ള ചടങ്ങുകൾക്കൊന്നും ഇല്ല. അപ്പോൾ നിനക്ക് ആ കുട്ടിയെ കാണണ്ടേ? വിവാഹം കഴിഞ്ഞാൽ ആ കുട്ടി ഇങ്ങോട്ട് തന്നെയല്ലേ വരിക? എന്നാലും മോനെ, ഏട്ടൻ വന്നില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നീ പോയില്ലെങ്കിൽ അത് ഷായ്ക്കൊരു മോശമല്ലേ? എന്ത് മോശം? അതൊക്കെ ഉമ്മാക്ക് വെറുതെ തോന്നുന്നതാണ്. ഇവനോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവൻ എന്താണോ തീരുമാനിക്കുന്നത് അതേ നടക്കൂ. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ജ്യൂസ് കുടിച്ച ഗ്ലാസും വാങ്ങി ഉമ്മ പുറത്തേക്കിറങ്ങി. ഡോർ അടക്കണോ സാർ? ആ, പോയി അടക്ക്. ഞാൻ പറയുന്നതെന്ന് ജിനുവിനോട് ചോദിക്കരുത് കേട്ടോ. ഇല്ലടാ, നീ ധൈര്യമായിട്ട് പറഞ്ഞോ. അത് ജിനു അറിയാതെ മാമനും സാറ് സംസാരിച്ചത് ജിനുവിന് നല്ല വിഷമമായിട്ടുണ്ട്. ഞാൻ ഷാനുഖാൻ്റെ ഭാര്യയല്ലേ, പിന്നെ എന്താ അവർ പറയുന്നത് ഞാൻ കേട്ടാലെന്നാണ് അവളെ ചോദ്യം. ചിലപ്പോൾ അവളെ സ്വഭാവം കുഞ്ഞു കുട്ടികളെക്കാൾ കഷ്ടമാണ്. അവളിൽ നിന്നും ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. മാമൻ പറഞ്ഞ കാര്യം സമയമാകുമ്പോഴേ ഞാൻ അവളോട് പറയും, അല്ലാതെ അവളിൽ നിന്നും ഒളിച്ചു വെച്ചതല്ല. അപ്പോൾ അതാണല്ലേ അവളുടെ ടെൻഷൻ്റെ കാരണം. അതുമാത്രമല്ല, പിന്നെ അത് സാറ് ഈ താഴത്തെ റൂമിൽ കിടക്കാൻ തുടങ്ങിയതിന് ശേഷം അവൾ എവിടെയാണ് കിടക്കുന്നത് പോലും ചോദിക്കാറില്ലെന്ന് പറഞ്ഞു. മുകളിലെ റൂമിൽ അവൾക്കായിട്ടൊരു കട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതില്ല. അത് ഷാനുക്കാക്ക് അറിയാം. എന്നിട്ടും എവിടെയാണ് കിടന്നതെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന്. ഈ റൂമിലേക്ക് മാറിയതിന് ശേഷം എന്നും അവൾ വൈകിയാണ് റൂമിലേക്ക് വരാറ്. ഇന്നലെ ഞാൻ 11 മണി വരെ കാത്തിരുന്നു. പക്ഷെ അവളെ കാണണ്ടേ. പിന്നെ ഞാൻ ഓർത്തു അവൾ ബെഡിൽ കിടക്കുമെന്ന്. നിനക്കറിയാലോ ആദി, ഫിസിയോതെറാപ്പി തുടങ്ങിയതിന് ശേഷം വല്ലാത്ത ക്ഷീണമാണ്. പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോവും. ചുമ്മാ ഇരുന്നാൽ പോലും ഞാൻ ഉറങ്ങിപ്പോവാറുണ്ട്. എൻ്റെ അവസ്ഥ എന്താ അവൾ മനസ്സിലാക്കാത്തേ? ഈ സമയത്ത് അവളെന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ആദ്യം അവളെന്നെ മനസ്സിലാക്കുക? ഇടറിയ ശബ്ദത്തോടെ ഷാനുവിൻ്റെ ചോദ്യം കേൾക്കെ ആദിയുടെ കണ്ണ് നിറഞ്ഞു പോയി. ജിനു സാറിനെ ഒട്ടും മനസ്സിലാക്കുന്നില്ല എന്ന് വരെ അവൻ ചിന്തിച്ചു പോയി. ഇതൊക്കെ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഒരവസ്ഥയിൽ കൂടെ കടന്നു വന്നാൽ മാത്രമേ അതിൻ്റെ പ്രയാസം മനസ്സിലാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവളുടെ ചോദ്യം ഞാനൊരു ഭാര്യയാണെന്ന കാര്യം ഷാനുക്ക എന്താ മറന്നു പോകുന്നതെന്ന് അവളെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഇഷ്ടക്കൂടുതലുണ്ടാവും ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം.
അതിന് ഷാനു അവനെ നോക്കി വേദനയോടെ ഒന്ന് ചിരിച്ചുപോയി. ഇതൊന്നും കേട്ട് സാറ് ടെൻഷൻ ആവണ്ട കേട്ടോ. ഇപ്പോൾ സാറിന് വേണ്ട സമാധാനമാണ്. അതുകൊണ്ടേ ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ട് ടെൻഷനായാൽ അത് വീണ്ടും ഷാനുവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. സാറിൻ്റെ അവസ്ഥ ആരെക്കാളും നന്നായി എനിക്കറിയാം. പിന്നെ നമ്മളെ മനസ്സിലാക്കാത്തവരോട് കൂടുതൽ സംസാരിച്ച് മത്സരിക്കാൻ പോവാത്തതാണ് നല്ലത്. ഞാനും ചിലതെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് ആദി. ആ തീരുമാനമാണ് എന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത്. നാളെ രാവിലെ നമുക്കൊരിടം വരെ പോവാനുണ്ട്. ജിനു ഉണ്ടോ? ഉണ്ട്. എന്നാൽ സാറ് കിടന്നോ? ഞാൻ പുറത്തുണ്ടാവും. പോവല്ലേ? ഞാനുണ്ട് പുറത്തേക്ക്. കുറച്ച് സമയം പുറത്തിരിക്കണം. അന്ന് രാത്രി 11:30 മണി വരെ ഷാനു ഉറക്കം വന്നിട്ടും ഉറങ്ങാതെ അവൾക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷേ ഒത്തിരി സമയം കാത്തിരുന്നിട്ടും അവളെ കാണുന്നില്ലെന്ന് കണ്ടപ്പോൾ എപ്പോഴും അവൻ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ആദിയുടെ ശബ്ദം കേട്ടാണ് ഷാനു ഉണർന്നത്. സമയം എത്രയായി ആദി? 7 മണി. ജിനു ഇവിടെ? കിച്ചണിലുണ്ട്. ഞാൻ കരുതി അവൾ സാറിനെ വിളിക്കുമെന്ന്. ഇല്ലടാ, അവൾ എന്നോടുള്ള ദേഷ്യം മനസ്സിലിട്ട് നടക്കല്ലേ. അങ്ങനെ നടക്കട്ടെ. എത്ര നാൾ അങ്ങനെ നടക്കുമെന്നറിയാലോ. എനിക്ക് ബ്രഷ് ചെയ്യണം, അത് കഴിഞ്ഞ് കുളിക്കണം. ചായ വേണ്ടേ? കുളി കഴിഞ്ഞിട്ട് മതി ചായ. എങ്കിൽ ഞാൻ പോയൊരു ചെയർ കൊണ്ടുവരാം. കുളി കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ പതിവ് തെറ്റിച്ചുകൊണ്ട് അവൻക്കുള്ള ചായയുമായി വന്നത് ഉമ്മയായിരുന്നു. അവളെ എവിടെയെന്ന് ചോദിക്കാൻ പോയില്ല. കാരണം അവളറിയാതെ ഉമ്മ ചായയുമായി അവൻ്റെ റൂമിലെത്തുന്നതെന്ന് അവനറിയാം. ആദി, നീ പോയി ജിനുവിനെ വിളിക്ക്. അപ്പോഴേക്കും സമയം 9 മണിയോടെ അടുത്തിരുന്നു. എന്താ? ആദി വിളിച്ച ഉടനെ ഡോറിന് മുൻപിൽ അവൾ പ്രത്യക്ഷപ്പെട്ടെങ്കിലും അവൻ വിളിച്ചത് ഇഷ്ടപ്പെടാത്തതുപോലെയായിരുന്നു അവളുടെ ചോദ്യം. പെട്ടെന്ന് റെഡിയാവ്, സമയമില്ല. എവിടേക്കാ? ഡോറിന് മുമ്പിൽ നിന്നവൾ വീണ്ടും അപ്പോഴേക്കും ചോദിച്ചിരുന്നു. അതൊക്കെ പോകുമ്പോൾ പറയാം. പിന്നെ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തോ. ഷാനുക്ക എന്താ പറഞ്ഞത്? നിനക്ക് ആവശ്യമുള്ള ഡ്രസ്സോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോന്ന്. എവിടേക്കാ പോകുന്നത്? നിന്റെ വീട്ടിലേക്ക്. എൻ്റെ വീട്ടിലേക്കോ? അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. പെട്ടെന്ന് റെഡിയാവ്. ആദി, അലമാരിയിൽ എൻ്റെ ഷർട്ടുണ്ട്, അതൊന്ന് എടുക്ക്. കൂടെ ഒരു വൈറ്റ് മുണ്ട് കൂടി എടുത്തോ. അപ്പോഴും ഷാനുവിൽ നിന്ന് കേട്ട വാക്കിലെ ഷോക്കിലായിരുന്നു അവൾ. എന്തിനാ ഇപ്പോൾ ധൃതി പിടിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുന്നതെന്നും എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ എടുത്തതെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പോക്ക് അത്ര നല്ലതായി എനിക്ക് തോന്നിയില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അപ്പോഴേക്കും ആദിയുടെ സഹായത്തോടെ ഷാനു റെഡിയായി കഴിഞ്ഞിരുന്നു. വാവ്, ഇപ്പോൾ സാറിനെ കാണാൻ എന്തൊരു ലുക്ക്. തള്ളി മറിക്കാതെ പോയി റെഡിയാവാതെ. അപ്പോഴേക്കും ഞാനെൻ്റെ മുടി ചെയ്യട്ടെ. ഞാൻ സഹായിക്കണോ? വേണ്ട, നീ പോയി റെഡിയാവ്, സമയം വൈകുന്നു. ഓക്കെ, ഞാൻ പെട്ടെന്ന് വരാം. അപ്പോഴും ജിനു അതേ നിൽപ്പായിരുന്നു. അത് കണ്ട ഷാനുവിൽ അതുവരെ ഇല്ലാത്ത ദേഷ്യം ഇരച്ചു കയറി. ഡി! ഉച്ചത്തിലുള്ള അവൻ്റെ വിളിയിൽ അവളൊന്ന് നെട്ടിപ്പോയി. എന്ത് സ്വപ്നം കണ്ടു നിൽക്കുക? പോയി റെഡിയാവ്. എന്തിനാപ്പോ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? വളരെ നേർത്ത സ്വരത്തിലായിരുന്നു ആ ചോദ്യം. ഇപ്പോൾ അതാണ് നല്ലത് എനിക്കും നിനക്കും. ഇപ്പോൾ നീ അത്ര മനസ്സിലാക്കിയാൽ മതി. സമയം വൈകുന്നു, പെട്ടെന്ന് റെഡിയാവ്. ഷെൽഫിൽ എൻ്റെ പേഴ്സ് ഉണ്ട്, അതൊന്ന് എടുക്ക്. എനിക്ക് വീട്ടിൽ പോകണ്ട. ഒരു കാര്യം 100 തവണ പറയാനേ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതനുസരിക്ക്. നിനക്ക് എടുക്കാനുള്ളത് പെട്ടെന്ന് എടുത്തിറങ്ങേ. ഞാൻ പുറത്ത് കാണും. ആദ്യം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ ഇറങ്ങിക്കോണം. ഇറങ്ങുമ്പോൾ റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്യാൻ മറക്കരുത്. ചാവി എൻ്റെ കയ്യിൽ തന്നാൽ മതി. സംസാരം കേട്ടിട്ട് ഷാനുക്ക എന്തൊക്കെയോ തീരുമാനിച്ച പോലെയായിരുന്നല്ലോ. എന്തിനായിരിക്കും എന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നത്? ഓരോന്ന് ആലോചിച്ചവൾ മനസ്സോടെ ഡ്രസ്സ് മാറി പേരുന്ന പോലെ ആ മുടിയൊന്ന് ചീകി വെച്ച് പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് ഡ്രസ്സ് ബാഗിലാക്കി. അപ്പോഴും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല എന്തിനു വേണ്ടിയായിരുന്നു ഈ പോക്കെന്ന്. അവൾ പുറത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യം ഷാനും കാറിൽ അവളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഉമ്മ ചോദിച്ചപ്പോൾ അവൾക്ക് കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കണം. അതിന് അവളെ വീട്ടിൽ കൊണ്ടുവിടാൻ പോവുകയാണ് ഞാനും ആദ്യം. ഞങ്ങൾ വരാൻ അല്പം വൈകുമെന്നും പറഞ്ഞു. കൂടുതലായി ഉമ്മ ഒന്നും ചോദിച്ചില്ല. ചോദിച്ചാലും മറുപടി ഒന്നും കിട്ടില്ലെന്ന് ഉമ്മക്കറിയാം. അതുകൊണ്ടാവും പിന്നെ ഒന്നും ചോദിച്ചില്ല. നേരത്തെ പറഞ്ഞത് പ്രകാരം മാമൻ ബസ് സ്റ്റോപ്പിൽ ഞങ്ങളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒത്തിരി സമയമായോ മാമ വന്നിട്ട്? കാറിലേക്ക് കയറുന്നതിനിടയിൽ ഷാനു മാമനെ നോക്കി ചോദിച്ചു. ഇല്ല മോനെ, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. അവിടുന്ന് അവർ പോയത് രജിസ്റ്റർ ഓഫീസിലേക്കായിരുന്നു. ഇന്നാണ് ഷാനു വാങ്ങിയ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞതുപോലെ ജിനുവിൻ്റെ ഉപ്പയും അവിടെ എത്തിയിരുന്നു.
എല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു ജിനു. ബാഗ് കാറിൽ വെച്ചിട്ട് ഇറങ്ങി. ജിനു ഷാനു അവളോടായി പറഞ്ഞു. വാക്കർ പിടിച്ച് ആദിയുടെ സഹായത്തോടെ അവൻ അവരോടൊപ്പം രജിസ്റ്റർ ഓഫീസിലേക്ക് നടന്നു. ഞാൻ പറഞ്ഞതെല്ലാം ഉപ്പ കൊണ്ടുവന്നിരുന്നു. ഫോട്ടോ, ആധാർ കാർഡ്, വോട്ടർ ഐ ഡി, പിന്നെ എന്തായിരുന്നു അമ്മ പറഞ്ഞത്? ഉപ്പ നെറ്റി ഉഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. പാൻ കാർഡ് എല്ലാം കൊണ്ടുവന്നില്ലേ? അതോ ഉപ്പാനോട് മറന്നോ? മറന്നിട്ടില്ല, കൊണ്ടുവന്നിട്ടുണ്ട്, ഉപ്പ ചിരിയോടെ പറഞ്ഞു. ഷാനുവിനോട് ചോദിക്കാനുള്ള മടിയോ അതോ പേടിയോ അറിയില്ല. അവൾ എന്തൊക്കെയോ ആദിയോട് ചോദിച്ചറിയുന്നുണ്ട്. സ്ഥലം വാങ്ങുന്നത് ഷാനുവിൻ്റെയും ജിനുവിൻ്റെയും പേരിലാണ്. അത് ഇവിടെ വന്നതിന് ശേഷമാണ് അവൾ അറിഞ്ഞത്. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യം നേരത്തെ അവളോട് പറയാതിരുന്നത്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളിലുണ്ടായിരുന്ന പരിഭവവും പരാതിയൊക്കെ കുറേ മാഞ്ഞു പോയിട്ടുണ്ട്. അത് അവളുടെ മുഖത്ത് വിരിയുന്ന ചിരിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഏകദേശം 2 മണിയോട് അടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ഏകദേശം സെറ്റായി കഴിയുമ്പോൾ ഷാനുക്ക, ഉപ്പയും മാമനും ആദ്യം എന്തോ സംസാരത്തിൽ മുഴുകി നിൽക്കുമ്പോഴാണ് അവൾ അവനെയും വിളിച്ച് അവൻക്കരികിലേക്ക് വന്നത്. എന്തേ? സോറിയോ? എന്തിനെ? അന്ന് മാമനും ഷാനുക്കും സംസാരിച്ചത് ഇതിൻ്റെ കാര്യമാണെന്നറിയാതെ ഞാൻ ഷാനുക്കാനോട് ദേഷ്യപ്പെട്ടതിന്. നീ കരുതി ഞാൻ നിന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്നല്ലേ? അല്ലേ? വിവാഹം കഴിഞ്ഞതിന് ശേഷം നിന്നോട് പറയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ? അന്ന് ഞാനും മാമനും റൂമിൽ കയറി സംസാരിച്ചത് ഈ കാര്യമായിരുന്നു. അവർക്ക് എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ നടക്കണം, കാരണം അവർക്ക് ക്യാഷിന് ആവശ്യമുണ്ടെന്ന്. ഇതൊന്നും നമ്മുടെ റൂമിൻ്റെ പുറത്ത് വെച്ച് സംസാരിക്കാൻ പറ്റില്ലെന്ന് എന്നേക്കാൾ നന്നായി അറിയാവുന്നതല്ലേ നിനക്ക്? അതുകൊണ്ടാണ് ഞങ്ങൾ റൂമിൽ പോയി സംസാരിച്ചത്. പിന്നെ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയായിരുന്നു, അല്ലാതെ ഞങ്ങൾ സംസാരിക്കുന്നത് നീ അറിയാതിരിക്കാൻ വേണ്ടിയൊന്നല്ല. നിന്നിൽ നിന്നും ഇതുവരെ ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. എല്ലാം നിൻ്റെ തെറ്റിദ്ധാരണയാണ്. അതിനെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പാ, ഞാൻ നിന്നെ മനസ്സിലാക്കിയതിന് പകുതി പോലും നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് ഉറപ്പാ. ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ നിന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ടി വരില്ലായിരുന്നു. ഷാനുക്ക, ഞാൻ സോറി. വേണ്ട ജിനു, ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇപ്പോൾ നീ ഉപ്പാൻ്റെ കൂടെ വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഉപ്പാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ വീട്ടിലേക്ക് വരുന്ന കാര്യം. ഇല്ല, ഞാൻ പോവില്ല, ഞാൻ ഷാനുഖാൻ്റെ കൂടെ വരും. അതിന് ഷാനു അവളെ നോക്കിയെന്ന് ചിരിച്ചു. ആ ചിരിയിലുണ്ടായിരുന്നു അവൻ ഒളിപ്പിച്ചു വെച്ച വേദനയുടെ ആഴം. ഞാൻ എന്ന് നല്ലതുപോലെ ആരുടെയും സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കുന്നു. അന്ന് വന്നാൽ മതി നീ എൻ്റെ വീട്ടിലേക്ക്. കാരണം നീ ആഗ്രഹിക്കുന്ന ഭർത്താവാകാൻ എനിക്കിപ്പോൾ സാധ്യമല്ല ജിനു. കാരണം എൻ്റെ ശരീരം ഇപ്പോൾ ഒന്നിനും വഴങ്ങില്ല. അതൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം വേണ്ടത് കൂടെ കഴിയുന്നവനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനസ്സാണ്. അതില്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ ഷാനുഖാനെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണോ പറയുന്നത്? നീ എന്നെ മനസ്സിലാക്കിയിരുന്നു ഞാൻ എഴുന്നേറ്റ് നടക്കുന്നതിന് മുമ്പ്. പക്ഷേ ഞാൻ എഴുന്നേറ്റ് നടന്നതിന് ശേഷം നീ ഒട്ടും മനസ്സിലാക്കാത്തതുപോലെയാണ് നിൻ്റെ പെരുമാറ്റം. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ നീയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിന്നെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു വിടില്ലായിരുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നും ഞാൻ എഴുന്നേറ്റ് നടന്നതാണ് നിൻ്റെ പ്രശ്നമെന്ന്. ഷാനുക്ക, നീ ശബ്ദമുയർത്തി വിളിക്കേണ്ട. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. താഴെ റൂമിലേക്ക് മാറിയതിന് ശേഷം ഫസ്റ്റ് ദിവസം വിരുന്നുകാർ ഉള്ളത് കൊണ്ടാണ് രാത്രി നീ റൂമിലേക്ക് വരാൻ വൈകിയതെന്ന് പറഞ്ഞു. അതെനിക്കറിയാം. അന്ന് നിനക്ക് ഒത്തിരി ജോലി ഉണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം അത് തന്നെ ആവർത്തിച്ചു. നിന്നെ വെയിറ്റ് ചെയ്ത് ഞാൻ റൂമിൽ എത്തിരി സമയമായിരുന്നു. എല്ലാവരെയും പോലെ നീ എന്ത് ചെയ്യാണെന്ന് എന്താ വൈകുന്നതെന്നും എനിക്ക് മാത്രം എത്ര ജോലിയുണ്ടെന്നൊക്കെ അന്വേഷിച്ച് കിച്ചണിലേക്ക് തനിയെ വരാൻ എനിക്ക് പറ്റില്ല. അതിനും വേണ്ട എനിക്കൊരാളുടെ സഹായം. പിന്നെ ഒരുപാട് സമയമൊന്നും എനിക്ക് ഉറക്കം കളഞ്ഞിരിക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോവും. ഞാൻ ഉറങ്ങിയാലും നിനക്ക് എന്നെ എന്ന് വിളിക്കാം. പക്ഷെ നിൻ്റെ വാശി അതെന്നെ അനുവദിച്ചില്ലല്ലോ. എന്നിട്ട് ഞാൻ നിന്നെ അവഗണിക്കുന്നു എന്നുള്ള കുറ്റവും. 2 ദിവസമായി നീ എന്നോട് സ്നേഹത്തോടെ ഒന്ന് മിണ്ടിയിട്ട് എപ്പോഴും ദേഷ്യം തന്നെ, അല്ലെങ്കിൽ മുഖം വീർപ്പിച്ച് നടക്കും. ഭക്ഷണം തരുന്ന കാര്യത്തിൽ പോലും നീ എന്നോട് ആ ദേഷ്യം കാണിച്ചു. ഒന്നും ഞാൻ അറിയുന്നില്ലെന്നാണോ നീ കരുതിയത്? രാവിലെ എന്നെ വിളിച്ചുണർത്തി ചായ തരുന്നത് 2 ദിവസമായിട്ട് നീ എന്നെ വിളിക്കാൻ പോലും വന്നില്ല. ആദ്യമായിരുന്നു എന്നെ വിളിച്ചുണർത്തിയത്. ഇന്ന് ചായ തന്നത് ഉമ്മയും. ഞാൻ നിന്നെ കുറ്റം പറയില്ല. കാരണം വിവാഹം കഴിഞ്ഞിട്ട് മാസം 8 കഴിഞ്ഞു. ഒരു പെണ്ണായ നിനക്കുണ്ടാവില്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ? പക്ഷേ ഇവിടെ നിൻ്റെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ കണ്ണടക്കാനേ എനിക്കിപ്പോൾ പറ്റൂ. നീ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയിക്കോ. അല്ലെങ്കിൽ എൻ്റെ ഈ അവസ്ഥ ഞാൻ നിന്നെ അവഗണിക്കുന്ന പോലെയാണ് നിനക്ക് തോന്നുക.
അത് എന്നെ കൂടുതൽ തളർത്തും. അതുകൊണ്ടിപ്പോൾ ഞാനെടുത്ത തീരുമാനമാണ് എനിക്കും നിനക്കും നല്ലത്. എൻ്റെ മനസ്സും ശരീരവും ഓക്കെ ആവുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാൻ വരാം. പിന്നെ നാളെ മുതൽ ക്ലാസ്സിൽ പോയി തുടങ്ങണം. എല്ലാം ഞാൻ ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ട്. മോനെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അവൾ എന്തോ പറയാൻ നിൽക്കുമ്പോഴും ഉപ്പ അവർക്ക് അരികിലേക്ക് വന്നു. ശരി ഉപ്പ, ഞങ്ങളും പോവാൻ ഇറങ്ങുകയാണ്. ഉപ്പാൻ്റെ കൂടെ നടന്നു നീങ്ങുമ്പോഴും അവൾ അവനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. മോനെ, നമുക്കും പോയാലോ? ആദ്യം എവിടെ മാമ? അവൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. ഇപ്പോൾ വരും, അവൻ സംസാരിച്ചു വരട്ടെ. കൂടുതൽ ഇങ്ങനെ നിന്നാൽ കാല് വേദനിക്കും. മോൻ വാ, നമുക്ക് കാറിൽ പോയിരിക്കാം. ഷാനും മാമനും കൂടി മുൻപോട്ട് നടക്കുമ്പോഴും ആദി അവർക്കരികിലേക്ക് ഓടി വന്നിരുന്നു. സാർ, വീട്ടിലേക്കല്ലേ? വീട്ടിലേക്ക് തന്നെയാണ്, പക്ഷേ മാമൻ്റെ വീട്ടിലേക്കാണെന്ന് മാത്രം. മാമൻ്റെ വീട്ടിലേക്കാണോ? ആദി അത്ഭുതത്തോടെ ചോദിച്ചു. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. അസ്സലാമു അലൈക്കും.